പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി. കണ്ണൂർ ടൗൺ പോലീസാണ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കി കേസെടുത്തത്. അതേസമയം ഇവരുടെ വാഗ്ദാനത്തിൽ കുടുങ്ങി കണ്ണൂർ ജില്ലയിൽ മാത്രം പണം നഷ്ടമായത് 2000-ലധികം പേർക്കാണ്. കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് തട്ടിപ്പിനിരയായത്. പലരും വീണുപോയത് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം കിട്ടുമെന്ന മോഹന വാഗ്ദാനത്തിൽ. പക്ഷേ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും ഇരുചക്രവാഹനവുമില്ല, കൊടുത്ത പണവുമില്ല. എന്താ പറയുന്ന അറിയില്ല. പകുതി പൈസ എന്താ കേട്ടെടുത്ത് പെട്ടു, അത്രേ പറയാനുള്ളൂ. ഇങ്ങനെ ഒരു പകുതി പൈസക്ക് ഇങ്ങനെ 2 വീലർ കൊടുക്കുന്നുണ്ട്. ആദ്യം ലാപ്ടോപ്പും പറഞ്ഞിട്ടാ വന്നത്. അപ്പം എൻ്റെ മോൻ +1 പഠിക്കുന്നത്, 10th പഠിക്കുന്നത്. അപ്പം +1 ഉള്ള കുട്ടിക്ക് കിട്ടുള്ളൂ, നീ ആരെങ്കിലും മുഖേന എടുത്തോന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ അതിൽ നിന്നിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ട, പ്രശ്നമില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒഴിഞ്ഞു. പിന്നെ 2 വീലറിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം എനിക്ക് വണ്ടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടി പോയി. പകുതി പൈസ റെഡി ക്യാഷ് വേണം, 60,000 രൂപയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ സമീപിച്ചത്. പിന്നെ ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവർ നിർബന്ധിച്ച സമയത്ത് പിന്നെ എങ്ങനെയൊക്കെ പൈസയാക്കി കൊടുത്തു. അത് 100 വർക്കിംഗ് ഡേയ്സിനാണ് ഇവർ പറഞ്ഞത്. അപ്പം ഞാൻ ജൂലൈ 10 ക്യാഷ് അടച്ചത്. അപ്പം ഡിസംബർ 28 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അത് അവർ പറഞ്ഞു ഡിസംബർ 28 പറ്റൂല. പിന്നെ ജാനുവരി 3 പറഞ്ഞത്. അപ്പോൾ മൻമോഹൻ സിംഗ് മരിച്ചതിൻ്റെ ആ ഒരു ദുഃഖാചരണത്തിന് വേണ്ടിയുള്ളതുകൊണ്ട് കുറച്ച് നീണ്ടു പോകുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഇവർ പിന്നെ ഡേറ്റ് ഒന്നും പറയുന്നില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലേറ്റ് ആവുമെങ്കിൽ നിങ്ങൾ ലേറ്റ് ആവും എന്ന് പറയാം. ഇങ്ങനെ വെറുതെ ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളെ കബളിപ്പിക്കണ്ട. തട്ടിപ്പ് നടത്തിയവരുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തത് പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS വ്യക്തമാക്കി. നമ്മൾ കണ്ണൂർ ടൗണിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം 494 പരാതികളുടെ ബേസിലുള്ള ഒരു ട്രാൻസാക്ഷൻസിൽ ഏകദേശം 2,96 ലക്ഷം രൂപയുടെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നവർ അതിന്റെ ലീഗൽ അഡ്വൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ്. അതുപോലെ മുൻപും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാലങ്ങളിൽ അന്വേഷണം നടത്തുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ പരാതിയിലുള്ള പേരിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോയും മറ്റും ഉപയോഗിച്ചാണ് ആളുകളുടെ വിശ്വാസം ആർജിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ വീണ ജോർജും റോഷി അഗസ്റ്റിനുമടക്കം നിരവധി പേർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നതായാണ് വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ജനം, കണ്ണൂർ.